വിദ്യാഭ്യാസ മേഖല ഒരു വർഷത്തിലധികമായി ഓൺലൈൻ ക്ലാസുകളും എക്സാമുമായി ഒതുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജീവിതത്തിലെ വസന്തകാലം കലാലയ ജീവിതമാണെന്ന യാഥാർത്ഥ്യം ഇന്നൊരു മരീചികയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ പാഠ്യേതര വിഷയങ്ങളിലുള്ള മികവ് പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. സർവകലാശാല റാങ്കുകൾക്ക് പുറമെ കലാകായിക രംഗങ്ങളിൽ മികച്ച പ്രതിഭകളെ വിദ്യയ്ക്കും സമൂഹത്തിനും സമ്മാനിച്ച പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പാരമ്പര്യവും അനുഭവ സമ്പത്തുമാണ് ഈ പരിപാടി സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമായത്. വിശാലമായ ക്യാമ്പസിലെ ക്ലാസ് മുറികളിൽ നിന്ന് മൊബൈലിന്റെയും കമ്പ്യൂട്ടറിന്റെയും ചെറിയ ലോകത്തേക്ക് നാം എല്ലാം ചുരുങ്ങിപ്പോയിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ അറിവുകൾ പകർന്നു തന്നിരുന്ന നമ്മുടെ അധ്യാപകരുടെ സാന്നിധ്യവും അവരുടെ വാത്സല്യവും നമുക്കിന്ന് അന്യമാകുന്നു. സഹപാഠികളുമായുള്ള ഒത്തുചേരലുകളും സൗഹൃദങ്ങളും പുഞ്ചിരിയും നമുക്ക് നഷ്ടമായിരിക്കുന്നു. എല്ലാവരും COVID-19 കരിനിഴൽ വീഴ്ത്തിയ ഒരു മായാലോകത്താണ്. ഈ വേളയിലാണ് മനസ്സിന് ഉല്ലാസം പകരാനും നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. കലാപരിപാടികൾക്ക് പുറമെ ഫോട്ടോഗ്രഫി, മൈക്രോ ആർട്ട്, ക്രാഫ്റ്റ് വർക്ക് തുടങ്ങി 25ഓളം വ്യത്യസ്ത പരിപാടികളായിട്ടാണ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. എല്ലാം മറന്ന് മനസ്സ് തുറന്ന് സന്തോഷിക്കുവാനും ചിന്തിക്കുവാനും പ്രൊഡീജിയസ് പ്രചോദനമാകുമെന്ന ആത്മവിശ്വാസത്തോടെ, പ്രതീക്ഷയുടെ പുതിയ പ്രകാശം വൈകാതെ തെളിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ പ്രൊഡീജിയസ് ആരംഭിക്കുന്നു. പ്രയറിനായി മാളവികയെ ക്ഷണിക്കുന്നു. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ, ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങൾ എന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ, മനസ്സിലെഴുതേണമേ, മനസ്സിലെഴുതേണമേ. ലോകമെമ്പാടും COVID-19 എന്ന മഹാമാരിയുടെ അതിവ്യാപനത്തിന്റെ ഭീതിയിലാണ്
രണ്ടാം വരവിൽ കൂടുതൽ രൗദ്രഭാവത്തോടെ കടന്നുവന്ന COVID-19 നേരിടാൻ നമുക്ക് കവചമായി, കാവലായി, രക്ഷകരായി പ്രവർത്തിച്ച, മനുഷ്യരാശിക്കായി ജീവാർപ്പണം നടത്തിയ ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങി അനേകം മനുഷ്യദൈവങ്ങൾ അവരുടെ വിലമതിക്കാനാവാത്ത ത്യാഗത്തിന് മുന്നിൽ ശിരസ് കുനിച്ചുകൊണ്ട് അവരുടെ ആത്മശാന്തിക്കായി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ജീവന്റെ വിലയുള്ള അതിജാഗ്രത തുടരാം. Thank you, everyone. സ്വാഗതം ആശംസിക്കുന്നതിനായി ഞാൻ ഭവ്യയെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും പ്രൊഡീജിയസ് 2021 സ്വാഗതം. ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ ലോകം കടന്നുപോകുമ്പോഴും നമ്മുടെ ഉന്മേഷത്തിനും നമ്മുടെ കലാകായിക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാനും വേണ്ടി ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് സമ്മാനിച്ച കോളേജിനും ഡിപ്പാർട്ട്മെന്റിനും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യമായി ഈ പരിപാടിയിലേക്ക് വിദ്യ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രിൻസിപ്പൽ ഡോക്ടർ സജി CB സാറിനെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ വിദ്യയുടെ എല്ലാമായ ഡീൻ അക്കാഡമിക് സുധാ മാമിനെയും ഈ ആഘോഷത്തിലേക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ എല്ലാ ഉന്നമനത്തിനും കരുത്തായി നിൽക്കുന്ന HOD ദിലീപ് സാറിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ HOD-മാരെയും ഈ കലാവിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ സായാഹ്നം മനോഹരമാക്കാൻ കൂടെ നിന്ന പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ അധ്യാപകരെയും സ്റ്റാഫുകളെയും നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യട്ടെ. ഇനി വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ അധ്യാപകരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ കലാവിരുന്ന് മനോഹരമാക്കാൻ പ്രയത്നിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ കൾച്ചറൽ ഫെസ്റ്റ് എല്ലാവർക്കും നല്ലൊരു ഓർമ്മയായി മാറും എന്ന് വിശ്വസിക്കുന്നു. നന്ദി. താങ്ക് യു ഭവ്യ. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഞാൻ നമ്മുടെ HOD ദിലീപ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Thank you, Malavika. Respected dignitaries who have joined us today to witness this online arts festival Prodigious, organized by the Department of Production Engineering. Respected Principal Dr. CB Saji sir, respected Dean Academics Dr. Sudha Madam, respected heads of various departments, other respected staff members, dear colleagues and my dear students. A very warm good afternoon to all of you. We are all here to witness the cultural show organized by the Department of Production Engineering. Actually, when the decision to hold this Arts Day was conveyed to me by the principal in an HOD's meeting, even though its purpose had convinced me, I was a little skeptic about the success of this event, especially because of the reason that the production engineering department is a very small one. It has got only limited resources. And because of all being isolated at different places because of this pandemic situation. But soon I realized that an arts day of this kind can bring people together. It is also inspiring. It is a soothing and sharing experience when we are all affected by this pandemic. In fact, we are all battling against it. As some people say that art has the power to unite and connect in times of crisis. And therefore, a day spent for this purpose will definitely go a long way in managing the stress and worries resulting from this isolated living of the people, the students and the parents because of this lockdown. Even though this is not a live show of the events, the preparations for this event were going on for the last couple of weeks. And the days spent by the students in preparing and for doing the rehearsals and interacting among themselves would have definitely served the purpose that actually we decide for.
ഈ വളരെ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇത്ര കലോത്സവങ്ങളും കൂടിച്ചേരലുകളും നമ്മുടെ മാനസിക സംഘർഷങ്ങളും സ്റ്റുഡൻസിനും അവരുടെ പാരൻസിനുമുള്ള ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും ആകുലതകളും ഒക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായകമാവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. And therefore, I am extremely happy that, of course, happy and proud that the students and staff of this small department have taken this as a challenge. And to my surprise, with only 1/10 of the size of any other department, they could outnumber many other departments in terms of the events. I understand that there are about 25 events included in this particular cultural event. I take this opportunity to congratulate each and every one of the staff members and students of the department for their valuable time and effort to make this event happen today. My special appreciations to the staff coordinator, Ms. Lakshmi, and the student coordinators, Ms. Devika, Ms. Meghasri, Ms. Bhavya, and Ms. Malavika for their excellent contributions in organizing this event. And it is my promise that every student participant of this event will be appropriately rewarded by the department. With these few words, I wish all the participants all the best and also announce that the program Prodigious is hereby inaugurated. Thank you very much. Thank you, sir. Suni sir, handing over to you, sir. We can start the program. Okay.
Is it the network issue? കുട്ടിക്കാലം തൊട്ട് നൃത്തം അഭ്യസിച്ച് അതിൽ വളരെയധികം നേട്ടങ്ങൾ നേടിയ മധുമിതയെ രംഗപൂജയ്ക്കായി ക്ഷണിക്കുന്നു. നീലമേഘ മാധവ നീലമേഘ ശരീര നീലമേഘ ശരീര നീലമേഘ ശരീര നീലമേഘ ശരീര നീലമേഘ ശരീര നീലമേഘ ശരീര നിത്യാനന്ദം ദേഹി നിത്യാനന്ദം ദേഹി ഓ ഹരകൃഷ്ണ നീലമേഘ നീലമേഘ നിത്യാനന്ദം ദേഹി ഹോം ഡെക്കേഴ്സ്. നമുക്കെല്ലാവർക്കും ഹോം ഡെക്കേഴ്സ് ഇഷ്ടമാണ്. നമുക്കത് സ്വന്തമായി വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിയാലോ? അതിനുവേണ്ടി ഇതാ കോഴിക്കോടിൽ നിന്നും ആദിത്യ നമുക്കൊരു സിമ്പിൾ വേ ആയി വരുന്നു. ലെറ്റ്സ് വാച്ച് ഇറ്റ് ആൻഡ് ട്രൈ ടു മേക്ക് ഇറ്റ്.
അതൊരു സിമ്പിൾ ക്രാഫ്റ്റ് ആയിരുന്നു അല്ലേ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന വീഡിയോസിലുള്ളതാണ് ലിപ് സിംഗിങ് വീഡിയോസ്. ഇവിടെ ഇതാ S8ൻ്റെ ഡിബേറ്റ് കിങ് ജെയ്സന്റെ ഒരു ലിപ് സിംഗിങ് വീഡിയോ. ക്ലാസ്സിലെ ആരോ കുത്തിപ്പൊക്കിയെടുത്ത വീഡിയോ ആണ്. നമുക്കും അതൊന്ന് കാണാം. Despacito, quiero respirar tu fuego despacito. Deja que te diga cosas al oído, para que te acuerdes si no estás conmigo. Despacito, quiero desnudarte a besos despacito. Firma las paredes de tu laberinto y hacer de tu cuerpo todo un manuscrito. Sube, 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 sube. ഇനി ഒരു ഡാൻസ് ആയാലോ? ഡാൻസ് ഇസ് എൻ ഇമോഷൻ അല്ലേ? നമുക്ക് എല്ലാവർക്കും ഡാൻസ് കളിക്കാനും ആസ്വദിക്കാനും ഇഷ്ടമാണ്. കുട്ടികളുടെ അത്തരം കഴിവുകളെ എൻകറേജ് ചെയ്യാൻ നമ്മുടെ കോളേജിലേക്ക് ഒരു പ്ലാറ്റ്ഫോമായിരുന്നു ഡി അഡിക്ഷൻ. ഫസ്റ്റ് ഇയർ തൊട്ട് അതിൽ അംഗമായിരുന്ന ഒരാളാണ് അമൽ പി. അദ്ദേഹത്തിന് നിരവധി പ്രൈസസും കോളേജിനായി നേടാൻ കഴിഞ്ഞു. അമൽ പിയുടെ ഒരു സെൽഫ് കോറിയോഗ്രാഫ്ഡ് ഡാൻസ് ആയാലോ അടുത്തത്? ലെറ്റ്സ് വാച്ച് ഇറ്റ്. That was an awesome performance by Amal P. Photography is an art. ഫോട്ടോഗ്രാഫി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഓടി വരുന്ന ഒരു പേരാണ് രാഹുൽ ചന്ദ്രൻ. 2015 SLCയിൽ ഉന്നത വിജയത്തോടെ പാസ്സായപ്പോൾ അച്ഛൻ്റെ എന്ത് ഗിഫ്റ്റാണ് വേണ്ടതെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ: ഒരു ക്യാമറ. അന്ന് തൊട്ട് തുടങ്ങിയതാണ്. ഇന്ന് കേരളത്തിൻ്റെ ഒട്ടനവധി അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ പേരും നമുക്ക് കാണാം. ജീവനുള്ളവയെ ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആവേശവും ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതിൽ കൂടുതൽ മികവ് പുലർത്താനാണ് അദ്ദേഹം എന്നും ശ്രമിക്കാറ്. ഒരു ചിത്രം മനോഹരമാവുന്നത് അതിന് പിന്നിലെ പരിശ്രമം കൊണ്ടാണ്. അത്തരം പിന്നാമ്പുറ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ജീവൻ തുടിക്കുന്ന ചില ചിത്രങ്ങളും നമുക്കൊന്ന് കാണാം.
ചെയ്യാൻ ശ്രമിക്കാത്തവരോ കാണാത്തവരോ ആയി ചുരുക്കം ചിലവരെ നമുക്കിടയിലുണ്ടാവും. ഗുരുവായൂർ നടയിലെ എല്ലാ ഭക്തജനങ്ങളുടെയും ഗാനപ്രേമികളുടെയും രോമാഞ്ച കഞ്ചുകം കൊള്ളിച്ച കൈപ്രമ്പിലെ ഗായകൻ. പാടാൻ മാത്രമല്ല, തനിക്ക് അഭിനയിക്കാൻ കൂടി കഴിവുകളുണ്ടെന്ന് എല്ലാവരെയും ഒരു വിസ്മയത്താൽ കാണിച്ചു തന്ന കൈപ്രമ്പിന്റെ സ്വന്തം വിഷ്ണു എന്ന നായരുടെ ഒരു ടിക്ടോക്കാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇയാളെ പ്രേമിക്കണോ? ഒരു യുവസുന്ദരന്റെ മുഖത്ത് നോക്കി ഒരു യുവസുന്ദരി പ്രേമിക്കണോ എന്ന് ചോദിച്ചാൽ ആരായാലും രണ്ട് കൈയും കെട്ടി നിന്ന് തരും. പക്ഷേ ഐ എം സോറി, നിങ്ങൾ ക്ഷമിക്കൂ, അങ്ങനെ പ്രേമിക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല ഞാൻ. ചിത്രം വരയിൽ ഇത്രയും അധികം കഴിവുകളുള്ള അക്ഷയെ ഞങ്ങൾ തിരിച്ചറിയാൻ വൈകിപ്പോയി. ഇനി അക്ഷയ് വരച്ച നല്ല അടിപൊളി ചിത്രങ്ങൾ കാണാം. അടുത്തതായി ഒരു ബ്യൂട്ടിഫുൾ സോങ് പാടാനായി വരുന്നത് നമ്മുടെ സ്വന്തം മാളവിക കൃഷ്ണൻ.
ഒരുപാടു നാളായി കാത്തിരുന്നു, നീയൊരു നോക്കു കാണാൻ വന്നില്ല. ചന്ദനത്തെന്നലും പൂനിലാവും എന്റെ കരളിന്റെ നൊമ്പരം ചൊല്ലിയില്ലേ. എന്നോടെന്തിനി പിണക്കം, ഇന്നുമെന്തിനാണെന്നോടു പരിഭവം. മൈ കണ്ണെഴുതിയൊരുങ്ങി ഇന്നും വാൽക്കണ്ണാടി നോക്കി. കസ്തൂരി മഞ്ഞൾ കുറി വരച്ചു കണ്ണിൽ കാർത്തിക ദീപം കൊളുത്തി. പൊൻകിനാവിന്നൂഞ്ഞാലിൽ എന്തേ നീ മാത്രമാടാൻ വന്നില്ല. എന്നോടെന്തിനി പിണക്കം, ഇന്നുമെന്തിനാണെന്നോടു പരിഭവം. കാൽ പെരുമാറ്റം കേട്ടാൽ ഞാൻ പടിപ്പുരയോളം ചെല്ലും. കാൽ തളകിലുങ്ങാതെ നടക്കും, ആ വിളിയൊന്നു കേൾക്കാൻ കൊതിക്കും. കടവത്തു തോണി കണ്ടില്ല, എന്തേ എന്നെ നീ തേടി വന്നില്ല. എന്നോടെന്തിനി പിണക്കം, ഇന്നുമെന്തിനാണെന്നോടു പരിഭവം. എന്നോടെന്തിനി പിണക്കം, ഇന്നുമെന്തിനാണെന്നോടു പരിഭവം. ഒരുപാടു നാളായി കാത്തിരുന്നു, നീയൊരു നോക്കു കാണാൻ വന്നില്ല. ചന്ദനത്തെന്നലും പൂനിലാവും എന്റെ കരളിന്റെ നൊമ്പരം ചൊല്ലിയില്ലേ. എന്നോടെന്തിനി പിണക്കം, ഇന്നുമെന്തിനാണെന്നോടു പരിഭവം. എന്നോടെന്തിനി പിണക്കം, ഇന്നും എന്തിനാണെന്നോടു പരിഭവം. ഇതാ അടുത്തതൊരു ഡാൻസ് ആയാലോ. ചെറുപ്പം തൊട്ട് ഡാൻസ് പഠിച്ച് അരങ്ങേറ്റം നടത്തിയ ആളാണ് മേഘശ്രീ. ആക്ച്വലി ഷീസ് എൻ ഓൾറൗണ്ടർ. പഠിപ്പിലും സ്പോർട്സിലും ആർട്സിലും സിംഗിങ്ങിലും എല്ലാം മേഘശ്രീ മികവ് പുലർത്തുന്നു. മേഘശ്രീയുടെ ഒരു മനോഹരമായ ഡാൻസാണ് അടുത്തത്. ലെറ്റ്സ് വാച്ച് ഇറ്റ്.
വളരെ കാലമായി ഫോട്ടോഗ്രാഫി പാഷനായി കൊണ്ടു നടക്കുന്ന ക്രിസ്റ്റഫറിന്റെ കുറച്ചു നല്ല ഫോട്ടോസ് കാണാം ഇനി. ഇതാ വീണ്ടും ഒരു ടിക്ടോക്ക്. കോളേജിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരം കൂടിയതിനാൽ കോളേജിനടുത്ത് വീടെടുത്ത് താമസിക്കുകയായിരുന്നു ഹരിയും നീരജും അമറുമൊക്കെ. ആ വീട്ടിൽ വെച്ച് അവർ എടുത്ത ഒരു ടിക്ടോക്ക് വീഡിയോ ആണ് അടുത്തത്. എന്താണെന്നറിയില്ല, അവർ നല്ല കൺഫ്യൂഷനിലാണ്. എന്തായിരിക്കും ആ കൺഫ്യൂഷൻ എന്ന് നിങ്ങളും പോയൊന്ന് കാണൂ. പറഞ്ഞു നോക്കുകയായിരുന്നു. മായ മഹാദേവൻ നല്ല ചേർച്ച ഉണ്ടല്ലേ? ചേർച്ച നിനക്ക് മാത്രമല്ല, മായ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞാലും ചേരും. മായ ഗോവിന്ദൻകുട്ടി എന്താ മോശമാണോ? മായ തോമസ് എന്തായാലും അവർ തമ്മിൽ തല്ലി കൺഫ്യൂഷൻ മാറ്റിയെന്ന് തോന്നുന്നു. മൈക്രോ ആർട്ട്. ക്ലാസ്സിലെ ഫ്രീ പീരീഡിൽ വെറുതെ ഒരു ചോക്ക് പീസിൽ നിന്ന് കാർ ഉണ്ടാക്കിയാണ് ആരംഭം. ഇന്നത് പെൻസിൽ മുനയിൽ ഈഫൽ ടവർ വരെ എത്തി നിൽക്കുന്നു. ചെറുതിൽ നിന്നും വലുതെന്ന നിലപാടുകൾക്ക് വിപരീതമായി ചെറുതുകളിൽ നിന്നും സൂക്ഷ്മമാം കണ്ണുകളിൽ മനോഹരമാം സൃഷ്ടികൾ സൃഷ്ടിക്കുകയാണ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ സജിൻ ടി ബാബു. എന്നാൽ എന്തുകൊണ്ട് ഈ പാഷൻ വലുതാക്കിക്കൂടാ എന്ന് ചിന്തിച്ച അദ്ദേഹം പിന്നീട് സർജറി ബ്ലേഡ് ഉപയോഗിക്കുകയും ക്രമേണ ഒരു പ്രൊഫഷണലിസം കൈവരിക്കുകയുമായിരുന്നു. മൈക്രോ ആർട്ട് എന്ന കലയിൽ തൻ്റെ ക്ഷമയും സമർപ്പണവും കൊണ്ട് നിരവധി സൃഷ്ടികളാണ് പെൻസിൽ മുനയിൽ തീർത്തത്. അദ്ദേഹം അത് തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ പെൻസിൽഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. തൻ്റെ കഴിവ് കണ്ട് ന്യൂസ് ചാനൽക്കാർ വരെ സജിനെ തേടിയെത്തി. അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ മിനിയേച്ചർ വർക്ക്സ് നമുക്കൊന്ന് കാണാം.
അടുത്തതായി ഫോട്ടോഗ്രഫി, വീഡിയോഗ്രഫി എന്നീ തലങ്ങളിൽ കഴിവ് തെളിയിച്ചതും ഒരുപാട് ഫോളോവേഴ്സുമുള്ള നമ്മുടെ അമൽ ഒപ്പിയെടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണാം. കൂടെ കുറച്ച് അടിപൊളി ഫോട്ടോസും. വേൾഡ് ഫെഡറേഷൻ ഷോട്ടോക്കാൻ കരാട്ടെ ഓൾ ഇന്ത്യ ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ ഇൻ ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ ആൻഡ് ബ്രോൺസ് മെഡൽ ഇൻ കട്ട കോമ്പറ്റീഷൻ കരസ്ഥമാക്കിയ ദേവസാഗറിന്റെ ഒരു പവർ പാക്ക് പെർഫോമൻസ് ആണ് നെക്സ്റ്റ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് ദർശന്റെ ക്യാമറയിൽ പതിഞ്ഞ കുറച്ച് ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് കാണാം ഇനി.
ടിക്ടോക്കുകൾ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. വയസ്സിൽ മുന്നിലെങ്കിലും സ്വഭാവം കൊണ്ട് താഴെ തട്ടിൽ നിൽക്കുന്ന ഞങ്ങളുടെ പ്രഭാഷക പ്രതിഭാസം നാദിർഷയുടെ ഒരു ചെറു അഭിനയ മുഹൂർത്തങ്ങൾ. നൃത്തച്ചൂടുകളാൽ എന്നും ക്ലാസ്സിനെ ഒന്നടങ്കം ചിരിപ്പിച്ചിരുന്ന, എന്തിനേയും ഒരു ചെറു ചിരിയോടെ കാണുന്ന, ക്ലാസ്സിൽ നിന്നും ലാബിലേക്ക് പോകുന്ന വഴികളിലും കാലിന്മേൽ താളം പിടിക്കുന്ന, തലശ്ശേരിയിൽ നിന്നും പ്രൊഡക്ഷന്റെ മൈക്കിൾ ജാക്സൺ, പ്രേമി റഷീദ്, ഡി അഡിക്ഷനിൽ നിറഞ്ഞു നിന്നിരുന്ന അദ്ദേഹം എന്നും ക്ലാസ്സിൽ ഒരു എന്റർടൈനർ ആണ്. ലെറ്റ്സ് വാച്ച് ഹിസ് കോറിയോഗ്രാഫി. तेरा नाम छुपा लूं या छोड़ के सारी आग में बैराग उठा लूं। बस एक रहे मेरा काम इश्क, मेरा काम इश्क, मेरा काम इश्क, मेरा नाम इश्क, तेरा नाम इश्क, मेरा नाम तेरा नाम, मेरा नाम इश्क, ये लाल इश्क, ये मलाल इश्क, ये रब इश्क, ये बैर इश्क, ये लाल इश्क, ये मलाल इश्क, ये रब इश्क, ये बैर इश्क।
ദാറ്റ് വാസ് എ മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ് ബൈ റേമി അല്ലേ? കൊറോണ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നാടാകെ ലോക്ക്ഡൗൺ ആയപ്പോഴും കേരളത്തിലെ ചെറുപ്പക്കാരിൽ പലരും മത്സ്യവളർത്തലുകളിലേക്ക് കടക്കുന്നത് അവയെ പരിചരിക്കാനും സ്നേഹിക്കാനും തുടങ്ങി. അവയിൽ ഒരു സന്തോഷം കണ്ടെത്തി. എന്നാൽ അങ്ങനെയുള്ള ഒരു മത്സ്യവളർത്തുകാരനെയല്ല ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അദ്ദേഹം കൊറോണ കാലത്തിന് കുറേ മുന്നേ തന്നെ ചെറു അലങ്കാര മത്സ്യങ്ങളെ വളർത്താനും അവയെ പരിചരിക്കാനും തുടങ്ങി. ഇന്ന് അദ്ദേഹം 33,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ ഉടമയാണ്. നിറയെ ആരാധകരുള്ള ഞങ്ങളുടെ ഒരു മീൻ പ്രേമി ഋഷികേശ് ഷാജിറാം. പ്രണയമാണ് എനിക്ക് ആദ്യം കേട്ടറിഞ്ഞു തുടങ്ങിയ പ്രണയം, പിന്നീട് ആ പ്രണയത്തെ വായിച്ചു വളർത്തി, ഒടുവിൽ കണ്ടനുഭവിച്ച പ്രണയം ഇപ്പോഴും ആ വിസ്മയത്തെ അഗാധമായി പ്രണയിക്കുന്നു. ജീവനായി ജീവശ്വാസമായി അടുത്തതായി ട്രെൻഡിംഗ് ഫാഷനുമായി ഡോപ്പിലെ സുന്ദരികൾ. Jalva, Jalva. Yo, blaze up the walk, light it up to the beat. Come on, Jalva. Give it to me, Jalva. Give it to me, Jalva. Gorgeous with attitude in every latitude. Miss Hot Booty, come on, baby, do your duty work. जिस्मों का है ये जलवा, किस्मों का है ये जलवा, शोहरत भी दे ये जलवा, मकसद भी दे ये जलवा. Tell them like it is. I can't hear it. दिलकश लगे ये जलवा, मैं कश लगे ये जलवा, नशा ही नशा ये जलवा, मजा ही मजा, नशा ही नशा. Throw it up, throw it up. Jalva. आग सी रवानियां. Yo, I know a lot of yo, what the next thing. लेती गए अंतराइयां. Yo, I'm the hottest girl around. ये जला दे दिलों में चिंगारियां. ये जलवा, ये जलवा, फैशन का है ये जलवा. ये जलवा, ये जलवा, फैशन का है ये जलवा. ये जलवा, ये जलवा, फैशन का है ये जलवा. ये जलवा, ये जलवा, फैशन का है ये जलवा. She got the styling in her. Not even smiling in her. She got the styling in her. अदा का नजराना, हर जुबा को अफसाना, हर किसी पे छा जाना. हो ये जलवा, हो ये जलवा, कर दे सबको मस्ताना. हर जमाना दीवाना, दिन में दौरे दिखलाना. हाँ ये जलवा, हाँ ये जलवा, हो किसी रवानियों. लेती गई अंगड़ाइयां. ये जला दे दिलों में चिंगारियां. ये जलवा, ये जलवा, फैशन का है ये जलवा. ये जलवा, ये जलवा, फैशन का है ये जलवा. ये जलवा, ये जलवा, फैशन का है ये जलवा. ये जलवा, ये जलवा, फैशन का है ये जलवा. വെറുതെ ഇരിക്കുന്ന നിമിഷങ്ങളിൽ ഒരു ഗാനം മനസ്സിലെങ്കിലും ആലപിക്കാത്തവരായി ആരുമില്ല.
ഇതിൻ്റെ കൂടെ താളം പിടിക്കാനായി ഒരു മേശയോ ഒരു കുപ്പിയോ എന്തിനധികം ഇരു കൈകൾ പോലും ഉപയോഗിക്കാത്ത മലയാളികളില്ല. അങ്ങനെയുള്ള കൈത്താളം ചെറുപ്പം മുതലേ വില്ലടം രാമചന്ദ്രൻ മാഷുടെ കീഴിൽ 9 വർഷത്തോളം വളർത്തിയെടുത്ത് കൈകൾ കൊണ്ട് മനോഹരമാം താളവും ഗാനവും സൃഷ്ടിച്ച് ജില്ലാ സബ് ജില്ലാ തലത്തിലും തൻ്റെ കഴിവുകൾക്ക് സമ്മാനങ്ങൾ നേടി ഒടുവിൽ വിദ്യയുടെ മണ്ണിൽ കലാമേളയിൽ സമ്മാനം കരസ്ഥമാക്കിയ ആദർശ് VS അടുത്തതായി തബലയിൽ ഒരു താളവിസ്മയം തീർക്കുന്നു. റോസാപ്പൂ പലതരമുണ്ട്. അവയിൽ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും എല്ലാതും ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? ദേ ഇതുപോലെ. അടുത്തതായി ലക്ഷദ്വീപ് വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസംഗവുമായി വരുന്നത് സുസ്മേര. Good afternoon, everyone. Today I am here not to deliver a speech, but I would like information about most relevant topic about Lakshadweep. Over the last few days, Save Lakshadweep hashtags were trending on social media. Alongside, protests have broken out in the Union Territory. All of this is in response to a series of administrative reforms that have been introduced since December 2020 after the administration was changed.
Praful Patel is a BJP leader who has been appointed as the administrator of Lakshadweep since December 2020. He is the former Home Minister of the state of Gujarat. On the island, where crime rate is already low, Patel had introduced a proposal to implement Anti-Social Activities Regulation Bill 2021. Under this act, any person can be arrested without a trial for up to an year. The draft called Lakshadweep Development Authority Regulation 2021 gives power to administrator to remove or relocate islanders from their property for town planning and any developmental activity. Also, liquor shops were introduced on island to fuel tourism. Change were also brought in Panchayat regulations, where people having more than 2 kids were unable to contest in Panchayat elections. Among the range of changes, a beef ban is also proposed and non-vegetarian meals were scrapped from midday meals. As per COVID norms earlier on island, a 14-day mandatory quarantine was put in place. But now, a negative RT-PCR is sufficed to enter on islands. Alongside people on island from Kerala, people on social media, opposition leaders in Lakshadweep has raised a cause for concern. Lakshadweep lawmaker Haibi Eden wrote a letter to President Ramnath Kovind and Prime Minister Narendra Modi. In his letter, he claimed that many government contract employees working in tourism sector were terminated without any reason. Majority of the 70,000 population in the island depends on fishing and government services, but the new administration demolished their huts and accused coastal regulation zone violation. Many politicians from Kerala also urged for the recall of Patel. Thank you. നമ്മുടെ ഇടയിലെ കൊച്ചു സെലിബ്രിറ്റി പല മേഖലകളായ ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ആക്ടിംഗ്, സ്പോർട്സ് എന്നിവയിൽ കഴിവു തെളിയിച്ച ഭാവിയിൽ നമ്മുടെ അഹങ്കാരമായ ദർശന്റെ രസകരമായ കുറച്ച് ടിക്ടോക്ക് വീഡിയോസ് കാണാം. വല്ലതും പറ്റിയോ? ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. നിനക്കല്ല, നിനക്ക് നല്ലോണം പറ്റിയിട്ടുണ്ടാവും എനിക്കറിയാം. ഞാൻ ഈ കുട്ടിയോടാ ചോദിച്ചത്. വല്ലതും പറ്റിയോ? ഒന്നും പറ്റിയില്ല. അത് തക്ക സമയത്ത് ഞാനും എന്റെ ഈ പിള്ളേരും വന്നതുകൊണ്ടാ. അല്ലെങ്കിൽ കുട്ടിയുടെ ചാരിതാർത്ഥ്യം വരെ பேச முடியாது, சிரிக்க முடியாது, உட்கார முடியாது, நிக்க முடியாது, பாட முடியாது, மறக்க முடியாது, எதுவுமே பண்ண முடியாதப்பா. இதுதானே கொண்டு போயிட்டு இருக்கலாம். செத்துருப்பா. Good dancers is not necessarily defined by great techniques, skills, or ability to pick up choreography. When you feel the music, it penetrates to your soul. Everybody is a dancer. The greatest dancer is someone who is willing to dance, not afraid. അടുത്തതായി ഡോപ്പിലേറ്റ് ട്വിൻസ് അവതരിപ്പിക്കുന്ന ഒരു വെർച്വൽ ഗ്രൂപ്പ് ഡാൻസ് കാണാം.
Yela 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 ma. Yela 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 ma. Hola 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 ma. Hola 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 ma. Andangata kondakari. Achuella kondakari. Ayyarettu pallukari. Ayramine kannukari. Uvaladu podu potta seiva kaattu vettakari. Kaadu vachchundi idavil poochandi. Pachakkanni ottu paarvil patta vechandi. Taandi kudi taandi mothavani tottandi. Muttandane verayalla suttam cheyandi. ये भी न जाने वो भी न जाने नैनों के रंग नैना जाने मिला जो संग तेरा उड़ा पतंग मेरा हवा में होके मलंग जग की कोई रीत न जाने मैं तो बस तेरी हुई दीवानी मिला जो संग तेरा उड़ा पतंग मेरा हवा में होके मलंग मैं छुड़ाई घर बार मेरा ओ मखना वे मखना तू ही है संसार मेरा ओ मखना वे मखना ये पागल सा है प्यार मेरा ओ मखना वे मखना मैं छुड़ाई घर बार मेरा ओ मखना छुड़ाई घर बार मेरा ओ मखना वे मखना तू ही है संसार मेरा ओ मखना वे मखना ये पागल सा है प्यार मेरा ओ मखना वे मखना मैं छुड़ाई घर बार मेरा ओ मखना കരാട്ടെ കൂടാതെ ഫോട്ടോഗ്രഫിയും കൂടെ പാഷനായി കൊണ്ടു നടക്കുന്ന ദേവസാഗർ എടുത്ത ചില നല്ല ഫോട്ടോസ് കാണാം ഇനി. നെക്സ്റ്റ് പെർഫോമൻസ് ചെയ്യുന്നത് നമ്മുടെ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള അക്ഷയാണ്. ഇതാ നമുക്ക് മുന്നിൽ ഒരു ബ്യൂട്ടിഫുൾ ഗിറ്റാർ കവർ.
2017 ഓഗസ്റ്റ് മാസം വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ മറ്റേത് ശരാശരി വിദ്യാർത്ഥികളെ പോലെയും പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥികൾ കണ്ടുമുട്ടിയ ദിവസം. തുടക്കത്തിൽ മിണ്ടാൻ പോലും കുറച്ചുനാൾ മാത്രമേ കോളേജിൽ ഉണ്ടാകാൻ സാധിച്ചിട്ടുള്ളൂ. ഈ കുറച്ചുനാൾ കൊണ്ട് തന്നെ വളരെയധികം ഓർമ്മകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ആ ഓർമ്മകളിലേക്ക് ഒരു തിരനോട്ടം. മനസ്സിന് മറയില്ല, സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല. We are friends. പുസ്തകത്താളുകളിൽ അക്ഷരത്താളുകളെ ഒന്നായി തുറന്നിടും. We are friends. ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം, സ്വർഗങ്ങളെ സ്വന്തമാക്കാം. കണ്ണുകളിൽ ഞാൻ കാണുന്നെന്റെ മുഖം. നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കുന്നെന്റെ സ്വരം. സൗഹൃദങ്ങൾ പങ്കുവെച്ചേ ഹൃദയവാതിൽ നാം തുറന്നേ. പതിയെ നമ്മൾ തമ്മിലേതോ പുതിയ ഭാവം കണ്ടറിഞ്ഞേ. ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ എന്നും ഒന്നായി ഒന്നായി ചേർന്നിരിക്കാൻ. ദൂരെ ആകാശത്തണലിൽ തനിച്ചിരിക്കാൻ, ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാൻ, സ്വർഗങ്ങളെ സ്വന്തമാക്കാൻ. നിൻ കണ്ണുകളിൽ ഞാൻ കാണുന്നെന്റെ മുഖം. നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കുന്നെന്റെ സ്വരം. സ്നേഹമേ നീ കുടനിവർത്തി, പൊൻവസന്തം നീ വിടർത്തി. മൗനമായും നെഞ്ചിനുള്ളിൽ ആ സുഗന്ധം നീ പരത്തി. നിന്റെ കാണാത്ത കനവെന്റെ കവിളിൽ തൊട്ടു. എന്നിൽ മായാത്ത സ്വപ്നങ്ങൾ ചിറകണിഞ്ഞു. ഈ അണയാത്ത സ്നേഹത്തിനതിരില്ലാതെ ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം, സ്വർഗങ്ങളെ സ്വന്തമാക്കാം. നിൻ കണ്ണുകളിൽ ഞാൻ കാണുന്നെന്റെ മുഖം. നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കുന്നെന്റെ സ്വരം.
അന്ന് ഞാൻ ശ്രീദേവിയും കൂട്ടി അമ്പലത്തിൽ പോകാൻ പറഞ്ഞത്. പക്ഷെ ഗംഗയ്ക്ക് അതൊരു പ്രശ്നമേ അല്ലെന്ന് എനിക്ക് വളരെ വ്യക്തമായി. പഴങ്കഥയിലെ നാഗവല്ലിയുടെ ഒരു കാര്യം പറഞ്ഞ് ഗംഗയെ പ്രകോപിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. നാഗവല്ലിയുടെ ചിലങ്കയെ ചൊല്ലി എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഗംഗയോട് എതിർത്തു. ഗംഗ പ്രതികരിച്ചു. അതിശക്തമായി, അസാധാരണമായി. അപൂർവമായ ഒരു മനോരോഗത്തിന്റെ അഗ്നികുണ്ഡങ്ങൾ ഗംഗയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു. ആ നിമിഷങ്ങളിൽ ഒരു നിമിഷം ഗംഗ നാഗവല്ലിയായി മാറുകയായിരുന്നു. ഗംഗയുടെ അസുഖം അതാണ്. ചില നേരങ്ങളിൽ ഗംഗ നാഗവല്ലിയായി മാറുന്നു. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ, 11 വയസ്സുള്ള മുസ്ലിം ബാലിക 71 വയസ്സുള്ള ഒരു വാര്യസാരായി പെരുമാറുന്നു, സംസാരിക്കുന്നു, സംസ്കൃത ശ്ലോകം ചൊല്ലുന്നു എന്നൊക്കെ. പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും. സൈക്യാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി, അതായത് അപര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം, പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. ചികിത്സിച്ചില്ലെങ്കിൽ ഇവിടെ ഗംഗയിലെ ആ മറ്റൊരാൾ അസുഖം കളഞ്ഞല്ലോ. ഈ ഫോട്ടോയിൽ കാണുന്ന ഋത്തിക് റോഷൻ എന്ന ഇരട്ടപ്പേരുള്ള പുളിഞ്ചിക്ക വാവുവിനെ കഴിഞ്ഞ ഒക്ടോബർ മാസം 15-ാം തീയതി മുതൽ കൊല്ലത്തു നിന്നും കാണാതായി. പാലപ്പത്തിന്റെ നിറവും വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത ശരീരവുമുള്ള ഈ വാവളന്താൻ മലയാളം, തമിഴ്, ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ്, കന്നഡ, സയൻസ്, സാമൂഹ്യാടം എന്നീ ഭാഷകൾ ആരെങ്കിലും സംസാരിച്ചാൽ വായി പൊളന്നിരുന്ന് കേട്ടോണ്ടിരിക്കും. ഇയാളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ അടുത്തുള്ള അണ്ടി ആഫീസിലോ PWD ആഫീസിലോ ഏൽപ്പിക്കേണ്ടതാണ്. കാരണം റോഡ് വർക്കിനുള്ള ടാറ് തീർന്നിരിക്കുകയാണ്. യമനെ കിട്ടിയാലേ ഉരുക്കി ബാക്കി ടാറുണ്ടാക്കാൻ പറ്റൂ.
2017 ഓഗസ്റ്റ് മാസം വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ മറ്റേത് ശരാശരി വിദ്യാർത്ഥികളെ പോലെയും പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥികൾ കണ്ടുമുട്ടിയ ദിവസം. തുടക്കത്തിൽ മിണ്ടാൻ പോലും മടിച്ചിരുന്ന ഞങ്ങളിപ്പോൾ ഷെയർ ചെയ്യാത്ത കാര്യങ്ങളില്ല. ശരിക്കും ഒരു ഫാമിലിയായി. അന്ന് എൻ്റെ ചുറ്റും 49ഓളം കുട്ടികളുണ്ടായിരുന്നു. ഇന്ന് പലരും ഞങ്ങളുടെ കൂടെയില്ല. അംഗബലം കൊണ്ട് ഞങ്ങൾ പിന്നിലാണെങ്കിലും ഞങ്ങളാലാവുന്ന തരത്തിലുള്ള ആർട്സ്, ടെക്, ഓണം, എക്സ്മസ് എല്ലാം ഞങ്ങൾ ആഘോഷിച്ചു. അതോടൊപ്പം ഞങ്ങളുടെ സൗഹൃദവും വളർന്നു. തേർഡ് ഇയറിലെ ഐവി മറക്കാനാവാത്തതായിരുന്നു. ശ്രുതി മിസ്സിനെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നു. മിസ് എന്നും ഞങ്ങളിൽ ഒരാളായിരുന്നു. നിരവധി നല്ല നല്ല അധ്യാപകർ, സുഹൃത്തുക്കൾ, നല്ലതും കെട്ടതുമായ അനുഭവങ്ങൾ. എന്നും മനസ്സിൽ മായാതെ കിടക്കുന്ന ഞങ്ങളുടെ ഡെസിനിയൽ ബ്ലോക്ക്. കൊറോണയുടെ ആക്രമണത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ 4th ഇയർ നഷ്ടപ്പെട്ടു. ഇനി ആ കലാലയത്തിലേക്ക് ഒന്നിച്ച് എല്ലാവരും കൂടെ ഒരു വരവില്ലെന്ന് ഓർക്കുമ്പോൾ വിഷമമുണ്ട്. വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത ഒരു കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ അടുത്തതായി പോകുന്നത്. I'm out of my head, out of my mind, why? If you let me, I'll be out of my dress and into your arms tonight. Yeah, I'm lost without it. Feels like I'm always waiting. I need you to come get me out of my head and into your arms tonight. Tonight. ജരാതുകൾ തോറും നിത്യോർമയായി തരാതെ പോ ചാരുവാമും മകളായി ചുഴലുന്നൊരേ കുറ്റാക്കൂരിരുൾ കഴിയോ
മഴയിൽ പാട് തേൻ കിളിയേ നീ മെല്ലെ മഴവിൽ നിറവും ചൂട് നല്ലൊരു കാലം വന്നേ നീ കുഞ്ഞു കിനാക്കൾ തേട് അടുത്തതായി 2 വാക്ക് സംസാരിക്കാൻ ഞാൻ നമ്മുടെ പ്രിയങ്കരിയായ സുധാ മാമിനെ ക്ഷണിച്ചോളൂ. താങ്ക് യു മോളെ. കവിയാണ് സംസാരിച്ചെന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റിൽ മലയാളം സംസാരിക്കുന്നത് കേട്ടപ്പോൾ തന്നെ സന്തോഷമായി. ഓക്കെ, അപ്പൊ ഞാൻ മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടെന്നാൽ ഞാൻ പ്രിൻസിപ്പൽ ആയിരുന്ന കാലത്ത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇവിടെ നിങ്ങളുടെ 2 ക്ലാസ് ഉള്ളൂടെ, ഒന്നാമത് ഫൈനൽ ഇയറും പിന്നെ പ്രീ ഫൈനൽ ഇയറും. അപ്പൊ ആ ഫൈനൽ ഇയറിലെ കുട്ടികളുടെ അഡ്മിഷനിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പ്രീ ഫൈനൽ ഇയറിൽ ഇല്ലെങ്കിലും അതിനു മുമ്പ് വരെ വളരെ ക്ലോസ് ആയിട്ട്, അതായത് പേഴ്സണലായിട്ട് വളരെ ക്ലോസ് ആയിട്ട് പെരുമാറിയിരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് എപ്പോഴും പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. ഒരു പ്രശ്നം വെച്ച് തുടങ്ങി പിന്നെ വളരെ ഏറെ ഫ്രണ്ട്ഷിപ്പ് പാലിച്ചുകൊണ്ട് ഇരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് എനിക്ക് എപ്പോഴും പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് തോന്നിച്ചത്. അപ്പൊ അവസാനം ഇപ്പൊ ലാസ്റ്റ് കണ്ട വീഡിയോയിൽ ഒരു വാക്ക് ഉണ്ടായിരുന്നല്ലോ, ശരിയാണ്, നമ്മുടെ മുഖത്തൊരു സ്മൈൽ വന്നു. ശരിയാണ്, ഒരു നോസ്റ്റാൾജിക് സ്മൈലാണ് വന്നത് ഇതെല്ലാം കാണുമ്പോൾ. പലപ്പോഴും നിങ്ങളുടെ ടൂറിലൊക്കെ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കാറില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ആ കുട്ടിക്കളികളോ എന്താണെന്ന് വെച്ചാൽ കുസൃതികളൊക്കെ ഈ ടൂറിന്റെ ഇടയിൽ ഉണ്ടാവുന്നതിന്റെ വീഡിയോസും നമ്മൾ കാണാറില്ല. അപ്പൊ അതൊക്കെ കാണാനുള്ള ഒരു അവസരം കിട്ടി. അതേപോലെ തന്നെ വളരെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള കുറെ പെർഫോമൻസസ് കണ്ടു. ആദ്യത്തെ ഡാൻസ് കണ്ടിട്ട് മതിയായില്ല, അത് അവസാനിക്കരുതെന്ന് തോന്നുന്ന പോലെയായി. അതേപോലെ തന്നെ 2 വീഡിയോസിലും ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ എപ്പോഴും ഞാൻ ഈ ഒരു പോയിന്റാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യാറ്. കുട്ടികൾക്ക് വിട്ടുകൊടുക്കാച്ചാൽ കുട്ടികൾക്ക്, അതായത് സ്റ്റുഡൻസിന് കേട്ടോ, സ്റ്റുഡൻസിന് എന്തെങ്കിലും വിട്ടുകൊടുക്കാച്ചാൽ അവരെന്തെങ്കിലും പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ എലിമെന്റ് കൊണ്ടുവരും. അപ്പൊ 2 വീഡിയോസും ഞാൻ ശ്രദ്ധിച്ചു, ഭയങ്കര നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിലെല്ലാം എല്ലാം കണക്ട് ചെയ്യുന്ന സീൻസിനൊക്കെ ഒരു മീനിങ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ കൂടുതൽ മീനിങ് തോന്നും, കുറച്ചും പോയിന്റ്മെന്റ് ആയി തോന്നിക്കും. എന്തുകൊണ്ടെന്നാൽ എല്ലാവരിൽ നിന്നും അകന്ന് ഞങ്ങളെ പോലുള്ളവർ വളരെ വിട്ട് ഒരു ജനലിൽ കൂടെ തന്നെ മാത്രം മനുഷ്യരെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ ഇത്ര അടുത്ത് കാണാൻ സാധിക്കുമ്പോൾ, നമ്മുടെ സ്ക്രീനിന്റെ തൊട്ട് മുമ്പിൽ കാണാൻ സാധിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നിച്ചു. വളരെ ഗംഭീരമായിട്ട് പെർഫോമൻസ് ആയിരുന്നു. കുറച്ചൊക്കെ എനിക്ക് മിസ്സായി, എന്താ വെച്ചാൽ ഡിപ്പാർട്ട്മെന്റ് മീറ്റിംഗ് നടക്കുകയായിരുന്നു. അപ്പൊ അന്ന് പങ്കെടുക്കുമ്പോൾ പോലും ഞാനത് ഓൺ ചെയ്ത് സൈഡിൽ വെച്ചിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള കുറെ പരിപാടികൾ കണ്ടു. എനിക്ക് ആ തബലയോ എല്ലാം വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഏതായാലും ഞാനാണ് നിങ്ങളോട് താങ്ക്സ് പറയേണ്ടത്. എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഒരു ബാല്യം വളരെ റെയറായിട്ട് കിട്ടാറുള്ളൂ. അപ്പൊ ആ ബാല്യം എന്ന് പറഞ്ഞാൽ എഡോളസൻസ് വീണ്ടും അതിനെ ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം തന്നതിലും എന്നെ നല്ല രീതിയിൽ തന്നെ ക്ഷണിച്ചതിനും ഇത്രയും കാലം വളരെ നല്ല, ഞാൻ കാണുന്ന വളരെ നല്ലൊരു പോയിന്റാണ് നിങ്ങൾ കാണിക്കുന്നത്. അതായത് ടീച്ചേഴ്സിനുള്ള റെസ്പെക്ട്, സ്നേഹം, കൂട്ടായ്മ, ഇതെല്ലാം അതായത് ഈ പ്രായത്തിൽ ഏറ്റവും നന്നായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ സ്വഭാവവിശേഷങ്ങളും ഈ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ചില ഭാഗങ്ങളായിട്ട് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിച്ചു, മനസ്സ് നിറഞ്ഞു. വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും എനിക്ക് ഞാൻ നിങ്ങളോട് സ്നേഹം പങ്കുവയ്ക്കുന്നു. ഒരു ദിവസം എല്ലാവരെയും കാണാൻ പറ്റട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തോട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു മാം. സുസ്മീരയെ ഞാൻ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിനായി ക്ഷണിച്ചോളൂ. താങ്ക് യു മാം. സുസ്മീരയെ ഞാൻ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. മാർച്ച് മാസത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ എത്തിയ
ഭയം നിറഞ്ഞ അതിഥിയാണ് കൊറോണ വൈറസ്. കോളേജ് കാലഘട്ടത്തിലെ മധുരം നിറഞ്ഞ മനോഹരമായ നിമിഷങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ നാളുകൾ ഏറെ വേദനാജനകമായാണ് ഈ കാലഘട്ടത്തിലൂടെ എല്ലാവരും കടന്നു പോകുന്നത്. അതിലുപരി വേദന ഞങ്ങൾ ഫൈനൽ ഇയേഴ്സിനുണ്ട്. എന്നാൽ ഇതിനെ എല്ലാം മറക്കാനും ചില നല്ല ഓർമ്മകളും നിമിഷങ്ങളും പങ്കുവെക്കാനുമായി അവസരം ഒരുക്കി തന്ന വിദ്യാ കോളേജ് മാനേജ്മെന്റിന് ആദ്യം നന്ദി. ഡിപ്പാർട്ട്മെന്റിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സജി CB, ഡീൻ അക്കാഡമിക്സ് ആൻഡ് പ്രൊഫസർ ഡോക്ടർ സുധാ ബാലഗോപാലൻ, മറ്റു ഡിപ്പാർട്ട്മെന്റ് HODമാർ, ഫാക്കൽറ്റീസ്, പിന്നെ എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും നന്ദി. ഇതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച നമ്മുടെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് HOD ഡോക്ടർ ദിലീപ് സർ, സുനീഷ് സർ, ലക്ഷ്മി മിസ്, അനിൽകുമാർ സർ, സംഗീത് സർ, ലാബ് ഇൻസ്ട്രക്ടേഴ്സിനും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. നേരിട്ടുള്ള കലാപരിപാടികൾ അല്ലെങ്കിലും ഓൺലൈനായും ഇത്ര മനോഹരമായി ആർട്സ് നടത്താം എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് നമ്മുടെ കോളേജ്. ഇതിനു വേണ്ടി പിന്നണിയിൽ പ്രവർത്തിച്ചവർ ഏറെയാണ്. ഇതിൽ എടുത്തു പറയേണ്ട വ്യക്തികളാണ് എന്റെ പ്രിയ സുഹൃത്തുക്കളായ ദേവിക, മേഘശ്രീ, മാളവിക, ഭവ്യ എന്നിവർ. ഇങ്ങനെ ഒരു പരിപാടി വളരെ വിജയകരമായി കോർഡിനേറ്റ് ചെയ്ത ഇവർക്ക് വലിയൊരു നന്ദി. അവസാനമായി ഇതിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. താങ്ക് യു സുസ്മിറ ആൻഡ് താങ്ക് യു എവ്രി വൺ. പോകുന്നതിന് മുമ്പ് എല്ലാവരുടെ അടുത്തും കൂടി ഒരു റിക്വസ്റ്റ് ഉണ്ട്. ക്യാമറ ഒരു 2 minutes വേണ്ടി ഒന്ന് ഓൺ ആക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എല്ലാവരും ക്യാമറ ഓൺ ആക്കുമെന്ന് വിശ്വസിക്കുന്നു. Not dressed for the occasion. Sorry. It's okay, ma'am. Yeah. We are what we are. Can't change Yeah, it. yeah. So perhaps a little more light. Anyway, I enjoyed the program. വളരെ ഡിഫറെന്റ് ആയിട്ട് വെച്ചു. പലതും പല പുതിയ പെൻസിലിന്റെ മണയിലാണോ ഐഫിൾ ടവർ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? അതെ. ആരാ വിരുദ്ധൻ? സജിൻ TV ബാബു. ഞാൻ ആ കുട്ടിയുടെ പ്രോഡക്റ്റിനെ ഒന്ന് ഏതെങ്കിലും കോളേജിന്റെ പോസ്റ്ററിലോ എന്തെങ്കിലും ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ദിസ് ഇസ് എ ടാലന്റ് ദാറ്റ് ഷുഡ് നോട്ട് ഗോ എന്താ പറയാ അൺനോട്ടിസ്ഡ് ബൈ അതേഴ്സ്. ഓൾറെഡി ഇതിനു മുമ്പ് നമ്മൾ ഫെലിസിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് ആളെ ഒരു ഒക്കേഷനിൽ. ഇതിനു മുമ്പ് നമ്മുടെ കോളേജിന്റെ നമ്മുടെ കുറെ പോസ്റ്റേഴ്സും വീഡിയോസും ഒക്കെ ഇറങ്ങുന്നില്ലേ, അതിലൊരു പാർട്ടാക്കിയാലോ? ഇസ് ഇറ്റ് ഓക്കെ? കോളേജിന്റെ ഞാൻ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു why don't you എന്താ പറയാ അബ്സോർബ് ദാറ്റ്. കുട്ടിക്ക് ക്രെഡിറ്റും കൊടുക്കണല്ലോ ഓഫ് കോഴ്സ്. ഏതാ സജിൻ ബാബു ഇതില് ഫോട്ടോയിൽ വരുമോ? Anyway, the program, congratulations to all students and the team production. It was excellent, very well organized. And moreover, there were different elements. But sadhana ellarum cheyna pore different aayittundaru. Really, I enjoyed the program. Okay, I missed some portions of it because I had to attend the meeting. But still, now I feel that I had missed a little more. എന്തായാലും എന്താ പറയാ പ്രത്യേകതയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ളത് വീണ്ടും പ്രൂവ് ചെയ്തു. എനിക്കും ഒരു കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവരെ കൂടെ ഉണ്ടെങ്കിലും ഇവരുടെ പല കഴിവുകളും എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ലല്ലോ. ഒരുപാട് കാര്യങ്ങൾ മിസ്സായിട്ട് എനിക്കും തോന്നുന്നു. അതെ, മാത്രമല്ല നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് സാധാരണ നമ്മൾ ഇത് മിസ് ചെയ്യും നമ്മുടെ ഇവരുടെ ടൂറൊക്കെ. അപ്പൊ ഇപ്പൊ കാണിക്കുന്ന അന്നൊക്കെ പറയും വിചാരിക്കും മണ്ടത്തരാണ്. പക്ഷെ കാണുമ്പോൾ ശരിക്കും വെച്ചാൽ എന്താ പറയാ ക്രിയേറ്റീവ് മെമ്മറീസ്. അതിലെ ആ ലാസ്റ്റ് വേർഡ് പോലെ while they were having fun, they created memories. Okay, and we shared memories and we felt nostalgic about all the whole thing. നമ്മൾ യങ്സ്റ്റേഴ്സിനെ ഏറ്റവും മിസ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു rather than the oldsters. Yeah, I have to join another meeting. Can we have the photograph? Please take a photograph fast. Taken. Thank you. Stay safe, everyone. Okay, thank you. So who is the dancer? Because Thank you so much. Madhumita. Stay safe. Madhumita. Okay. Yeah, thank you. Bye. Thank you. Dancer. Well done. Very well done. മധുമിത എവിടെ പോയാ? ഏതായാലും ടീച്ചേഴ്സിനും അതേപോലെ തന്നെ
സ്റ്റാഫ് മെമ്പേഴ്സിനും പിന്നെ പോരാത്തിന് ഞാൻ പറ്റുള്ളവരെയൊക്കെ കൊണ്ടുവരാൻ നോക്കി കേട്ടോ. പക്ഷെ ഐ എം സോറി ദാറ്റ് ഇഫ് ബൈ എനി ചാൻസ് യുവർ പെർഫോമൻസ് did not get the complete view and the eyeballs of the entire college. വേണ്ടതായിരുന്നു എന്ന് തോന്നിട്ടുണ്ടായി കേട്ടോ. Keep it up and moreover stay safe. Stay safe. ഇമെയിലിൽ എല്ലാവർക്കും നമുക്ക് പിന്നെ ഓൾ സ്റ്റാഫിന് അയച്ചിരുന്നു 2 പ്രാവശ്യം റിമൈൻഡർ മെയിലും അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അല്ല മറ്റേലിടണം ഇനി തൊട്ടോട്ടോ മറ്റേലിടാം. പറഞ്ഞതിന് ശേഷം തോന്നുന്നു അഭിലാഷയെ കണ്ടു, അതേപോലെ തന്നെ മാർട്ടിനെ കണ്ടു, അങ്ങനത്തെ കുറച്ച് പേരൊക്കെ പിന്നെ നേരത്തെ ഇടാമായിരുന്നു. അപ്പൊ അതെനിക്ക് തോന്നിച്ചു. അപ്പൊ ഞാൻ ആ ഡാൻസ് കണ്ടപ്പോ ഇംപ്രസ്ഡ് ആയപ്പോ ഞാൻ വിചാരിച്ചു മറ്റൊക്കെ കൂടി കാണാൻ, നമുക്ക് കാണാനൊരു ചാൻസ് ആണ്, അല്ലാണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ചാൻസ് ആണ്. ഏതായാലും ഇത് ചെയ്തിട്ടല്ലോ, എന്താ പറയാ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായില്ലേ, അതെവിടെയെങ്കിലും ഒന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ. ചിലതൊക്കെ എനിക്കും കാണാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. എനിവേ congratulations to the entire team. Okay, we'll definitely miss you. Okay, thank you ma'am. We'll miss all of you. Okay, bye bye. That's adana we'll miss you ആണ് ഏറ്റവും സ്നേഹത്തിന്റെ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള പ്രകടനം. Okay, anybody and everybody. എന്നാ ഇനി ഒന്നിച്ച് വരാം.